ഹലോ. ഈ ഒരുങ്ങിക്കെട്ടി അങ്ങോട്ട് പോകുന്നതെന്നാണ് കാരണം നമ്മൾ സാറാ സെൻറ്ററിൽ പോകണ്ട. അപ്പോൾ എന്തിനാണ് പോണത് സാറാ സെൻറ്റർക്ക്? പടം കാണാനേ അല്ലാതെ പിന്നെ എന്തിനാ പോക്ക്? നമ്മൾ സ്വാഭാവികമായിട്ട് അതിനല്ലേ പോവാറ്. കുറച്ച് ലേറ്റായി ഉണ്ടായിരുന്നു. ലേറ്റ് ആവാന്ന് വെച്ചാൽ അങ്ങനെയല്ല, കുറച്ച് ടൈമിങ് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഉള്ള ടൈമിങ്ങിൽ ഞാൻ എന്തായിട്ട് ഈ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി മിറർ സെൽഫിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ സ്ക്രീൻ വന്നിട്ട് 5 ആയിരുന്നു കേട്ടോ. അത് വലിയ സ്ക്രീനായിരുന്നു. അപ്പോൾ പടം ഏതാണെന്ന് വെച്ചാൽ തുടരുവാണ്. നമ്മളെ ലാലേട്ടൻ്റെ പുതിയ മൂവി ആയിട്ടുള്ള തുടരും കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. പടത്തിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വാക്കുകളില്ല. അടിപൊളി പടമായിരുന്നു. ഇത്രയും ലാലേട്ടൻ്റെ ഒരു തിരിച്ചു വരവ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പോകുമ്പോൾ അടിപൊളി പടമായിരുന്നു. ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ വൻ നഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇൻ്റർവെൽ ടൈമിൽ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് അതും കഴിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടെന്ന് പറഞ്ഞാൽ അടിപൊളി പടമായിരുന്നു. രാത്രി 10:50 ഷോ ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൗസ്ഫുള്ളായിരുന്നു കേട്ടോ. പടം കാണാൻ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അത്രയും ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അതും പടം കണ്ട് കഴിഞ്ഞ് ഇറങ്ങി നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നമ്മൾ കഴിക്കാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബീഫിൻ്റെ റിബ് മന്തി ആയിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഫുഡും തന്നെ നല്ല അടിപൊളി ഫുഡ്. വിശപ്പുകൊണ്ടാണെന്നൊന്നും അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. നല്ല റൈസാണെങ്കിലും നല്ല വെന്തുണ്ടായിരുന്നു. ബീഫാണെന്നുണ്ടെങ്കിലും നല്ല പൂ പോലത്തെ ബീഫ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത്രയും നല്ല വെന്തിട്ടുണ്ടായിരുന്നു ബീഫൊക്കെ. നല്ല വായിലിട്ടാൽ കൊണ്ട് മെൽട്ടായിട്ട് പോവുമായിരുന്നു, അങ്ങനെ വെന്തിട്ടുണ്ടായിരുന്നു ബീഫ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. നല്ല പോലെ തട്ടി വയറ് നിറച്ച് തട്ടി നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ടാണ്.